സേഫ് അല്ല, സേഫ് അല്ല. അവിടെ എന്തിനുള്ള പുറപ്പെടാൻ തോന്നെ ലേറ്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. സോ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഇന്നത്തെ ദിവസവും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അഗെയിൻ പണി കിട്ടിയ ദിവസമാണ്. ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു വണ്ടിക്ക്. ഞാൻ കുറച്ചു നേരം പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അപ്പം ഇന്നുണ്ടായിരുന്ന ആകെയുള്ള പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്ന വാദി റമ്മിലാണ്. അവിടെ നിന്ന് ഡെഡ് സീലോട്ട് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് ഒരുപാട് ലേറ്റ് ആയെങ്കിലും ഇങ്ങോട്ട് വന്നു. അപ്പോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കുഞ്ഞുനാൾ മുതലേ. എന്താ കുഞ്ഞുനാൾ മുതൽ വെച്ച് കഴിഞ്ഞാല് നമ്മള് മദ്രസയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഈ ഡെഡ് സീനെ കുറിച്ച്, ചാവുകടലിനെ കുറിച്ച്, മദ്രസയിൽ മാത്രമല്ല സ്കൂളിലും. അപ്പൊ അന്ന് മുതൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇവിടെ വരണം. മീൻസ് അതൊന്നും നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് എന്നാലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അനുവദിച്ചാൽ മതിയായിരുന്നു. പോകാൻ പാടില്ലെന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പം ജോർദാനിലുള്ള ഡെഡ് സീലാണുള്ളത്. What happened, Ahmed? What they are saying? يلا طولوا لنا نتفرج ان شاء الله. حفر وكذا وهذا. توكل على الله. This way is not easy, I think. Okay, അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഡെഡ് സീ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകതകള് എനിക്കറിയാൻ പാടില്ല. ഒന്നാമത് എന്റെ സമയം വളരെ മോശമാണ്. വന്നിടം മുതൽ ഞാൻ അനുഭവിക്കാത്ത ഒന്നുമില്ല. എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, സാധാരണ നമ്മളെ കടലിൽ, നമ്മളെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളെ കടലിലൊക്കെ പോകുന്നതിനെ കടലിനേക്കാളും 10 ഇരട്ടി ഉപ്പാണ് ഈ ഡെഡ് സീലുള്ളത്. അത് മാത്രമല്ല, നമ്മളെ സമുദ്രനിരപ്പിൽ നിന്ന് 400 മീറ്റർ താഴോട്ടാണ് ഇതുള്ളത്. അത് മാത്രമല്ല, ഇവിടെ തിരമാലയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊന്തി കിടക്കും. ഫ്ലോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇന്നിവിടെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ എൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വേറെ, അതായത് ഈ വാദി റമ്മെന്ന് നേരെ അമ്മനിലോട്ട് വന്ന് റൂമിലാക്കി തരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാനാണ് പറഞ്ഞത് എനിക്ക് ഇതുകൂടെ ഒന്ന് കാണണം. ബിക്കോസ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും കുറച്ച് ഓർമ്മ വേണം. ഇതെന്റെ ലൈഫിൽ വലിയ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇവിടെയൊക്കെ ഉപ്പാണ്, ഇതെല്ലാം ഉപ്പാണ്. നമുക്കറിയാലോ ഉപ്പ് കിട്ടുന്നത് കടലിൽ നിന്നാണ് എന്നുള്ളത്. സോ ഒത്തിരി നടക്കണം. ആ മണ്ടേന്നാണ് വന്നത് കാറ് പാർക്ക് ചെയ്തിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇന്നത്തെ എൻ്റെ എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അത് അവസാനിച്ചത് എന്തിലാണെന്ന് എനിക്കറിയാം. ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇങ്ങോട്ട് കയറുന്ന കുറച്ച് ആൾക്കാരവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാണിക്കാം. ഞാൻ ആദ്യം താഴെ എത്തട്ടെ. ഇരുട്ടി. രാവിലെ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റേ ആക്കിയ സ്ഥലത്ത് നിന്ന്. അതിനുശേഷം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എന്റെ ഫേവറേറ്റ് കുനാഫ ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ അത് പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ വന്ന ദിവസം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്റെ കൂടെ ഒന്ന് ഗൈഡിന് എന്താണെന്നറിയില്ല, ഫുഡ് അലർജി ആണെന്ന് തോന്നും. എനിക്ക് എവിടെ നിർത്തി തന്നിട്ടൊന്നുമില്ല. അപ്പം അവിടെ താഴെത്തി എനിച്ചത് കഴിക്കാം. ഒട്ടും എനർജി ഇല്ല, ഒട്ടും വയ്യ. മെന്റലി ഫിസിക്കലി ഇതുപോലൊരു അവസ്ഥ ആർക്കും വരരുത് ട്രാവൽ ചെയ്തിട്ട്. ഒന്നാമത് എന്റെ ഈ ട്രിപ്പ് പ്രിപ്പയർഡ് അല്ല. ഞാൻ വേറൊരു സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ഓക്കെ, ഞാൻ ദുരന്തങ്ങൾ മാത്രം പറയുന്നില്ല. താഴെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് താഴെ എത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. നമ്മൾ എക്സാക്ട് താഴെ എത്തിയിട്ടുണ്ട്. വഴി ഭയങ്കര മോശമായിരുന്നു, അതാ ഞാൻ കാണിക്കാത്ത. കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഞാൻ കടല് കാണിക്കാം, നിങ്ങളും കാണും. നമ്മള് ഇതൊക്കെ പാഠപുസ്തകങ്ങളിലും ഖുറാനിലൊക്കെ കേട്ടറിവല്ലേ ഉള്ളൂ. ആരെങ്കിലൊക്കെ പ്രസംഗിച്ചിട്ട് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ തന്നെ ഞാനും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും ഇൻഷാല്ലാ. ഞാൻ എന്താ ആ മിന്നുന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്. സോ ഇതാണ് ഡെഡ് സീ. തിരമാലകള് ഒന്നുമില്ല. കാറ്റിന്റെ ആ ഒരു ഓളത്തിനനുസരിച്ചിട്ട് അത് പോണെന്നേ ഉള്ളൂ. കേട്ടോ, ഇതൊക്കെ ഉപ്പാണ്, ഉറഞ്ഞിട്ടുള്ളതാണ്. ഇതും ഞാൻ നടക്കുന്നതൊക്കെ ഉപ്പിന്റെ മുകളിൽ കൂടെയാണ്. ബിക്കോസ് കണ്ടോ, ഇതൊക്കെ ഉപ്പാണ്. മഞ്ഞ് വീണത് കണക്ക് കിടപ്പുണ്ട് ഉപ്പ്. ആ ചെറുക്കൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കായിരുന്നു. ഇതിൽ ഞാൻ വീണു പോയി കഴിഞ്ഞാൽ എന്തായാലും പൊങ്ങിയെ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പം പേടിയില്ല. ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. കാരണം വീണാലും പൊങ്ങിയല്ലേ കിടക്കത്തുള്ളൂ.
ഞാൻ ഇതിന്റെ എൻഡിൽ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം ഭയങ്കര ഇതാണ് അവസ്ഥ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ തിരകളൊന്നും ഇല്ല, തിരമാലകളിലൊക്കെ എല്ലാം കണക്കിനുണ്ട്. കണ്ടിട്ട് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. ഷൂ ഒക്കെ നനഞ്ഞു, ഫുള്ള് ഉപ്പാണ്. ഉണങ്ങി കഴിയുമ്പോ ഷൂവിലൊക്കെ ഭയങ്കര ഉപ്പ്. അടിപൊളി അടിപൊളി. അയ്യോ കാറ്റ് താഴ്ച. കാല് നനയ്ക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നല്ല നല്ല തിരമാലകളുണ്ട്. അപ്പോ ഓൾറെഡി ഷൂസൊക്കെ നനഞ്ഞു. ഈ ഷൂസൊക്കെ ഉണങ്ങി കഴിയുമ്പോഴേക്കും ഷൂസിലൊക്കെ ഉപ്പിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിക്ക്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഇരുട്ടി, അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല ഇത്ര നേരം. സത്യം പറയാലോ പേടിയാവുന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല, തിരമാലകളും ഉണ്ട്. വായിക്കത്തോട്ട് വെള്ളം തെറിച്ചിട്ട് ഉപ്പാണ്, ഭയങ്കര ഉപ്പാണ്. സേഫ് അല്ല, സേഫ് അല്ല. ഇരിക്കട്ടെ. My chocolate. Let's go. No, let's go. Yeah. ഞാൻ കഴിച്ചില്ല, ബിക്കോസ് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിന്റെ ആ ഒരു തിരക്കിലൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഫോട്ടോന്റെ മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് നോക്കിയിരുന്നു. ഞാൻ നടക്കുന്ന വഴി നിങ്ങൾ നോക്കിക്കേ, ഉപ്പാണ്. അവൻ നടന്ന് അങ്ങെത്തി. എനിക്ക് കണ്ണും കണ്ടൂടാ. എനിക്ക് നമ്മൾ അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ട് വരാം. ഈ ലൈഫിൽ എപ്പോഴാ കാണുന്നതെന്ന് അറിയത്തില്ല. യെസ്. അഹമ്മദ്, what has to? To care about yourself because it's dark here. I'll be like 5 minutes and I'll leave. Oh, okay. What happened? Thank you. Yoel? What happened? What he has? To go down. ഓക്കെ. പിന്നെ നീ തന്നെ സൂക്ഷിക്കണം, കടലാണ്. ഒന്നത് എന്നെ ചാവ് കടലെന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ടോർച്ച് എന്റെ മുഖത്ത് അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് താഴോട്ടുള്ളതൊന്നും കാണുന്നില്ല. ഇത്ര തന്നെ ഗൈസ്. പ്രത്യേകിച്ചിട്ട് എന്താ പറയാ, ആ ഇരുട്ടത്ത് ഞാൻ എന്ത് കാണിക്കാനാ നിങ്ങളെ? എനിക്ക് ഒന്നും കാണിക്കാനില്ല, എനിക്കെന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവനോട് എന്തിനുള്ള പുറപ്പെടാൻ അവനെ ലൈറ്റ് എത്തിച്ചിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, ഞാൻ ഇനി റൂമിൽ എത്തിയിട്ട് കുറെ പരിപാടികളുണ്ട്. വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണം, കാരണം ഫോണിന്റെ സ്റ്റോറേജ് ഒക്കെ കഴിഞ്ഞ്, സ്റ്റോറേജ് ഒക്കെ തീർന്നിട്ട് ഇപ്പം അവസ്ഥയാണ്, സ്റ്റക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പ്രതീക്ഷയും എന്റെ പ്ലാനിങ് ഒന്നും ഇതല്ലായിരുന്നു. വീഡിയോസ് ഒക്കെ നല്ല രീതിക്ക് എടുക്കണം, എല്ലാം എന്താ പറയാ, സമയം മോശം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്നില്ല വീഡിയോസ് ഒന്നും. ഞാൻ ക്യാമറ നോക്കാത്തത് പോലും ഞാൻ നടക്കണ വഴി കണ്ടല്ലോ, അതാണ്. ഈ വഴി ഞാൻ ശ്രദ്ധിച്ച് നടക്കണം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. വൈൻഡപ്പ് ചെയ്യുവാണ്, കൈ വേനിക്കുന്ന. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ ബൈ.